ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയ കിച്ചൺ ടൂറാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചൺ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാണ്. അപ്പോൾ എല്ലാവരും എപ്പോഴും സിങ്ക് ഏരിയ എന്നാണ് തുടങ്ങൽ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം നമ്മുടെ ഫ്രിഡ്ജ് ഏരിയ എന്ന് തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സാധാ നോർമൽ ഫ്രിഡ്ജാണ്. നമുക്ക് ഒരു 4 പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. 4 ഇപ്പൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിന് അപ്പുറത്ത് ഞാനൊരു ചെറിയ ഗ്രൈൻഡർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വെച്ചിരിക്കുന്നത് നമുക്കിവിടെ റാക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബേബിയുടെ അലമാരയാണ് കേട്ടോ ഇത്. അപ്പോൾ അവൻ്റെ ചെറുപ്പത്തിലെ അലമാരയാണ്. അപ്പോൾ അതിൻ്റെ തുണിയൊക്കെ ഞാൻ മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ വെച്ചു. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ വൈറ്റ് നല്ല വൃത്തിയായി തോന്നും കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് ഞാനിതൊക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീക്ക്ലി വേണം നമുക്കതൊന്ന് എടുത്ത് കഴുകി വെയിലിൽ ഉണക്കി പിന്നെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ചെറിയ സ്റ്റാൻഡാണ്. അപ്പോൾ ഇതൊക്കെ നോർമൽ വീട്ടിൽ ഉള്ളത് തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിന് ശേഷം അതിൻ്റെയൊക്കെ അപ്പുറത്താണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ സെൽഫ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇതൊക്കെ മീഷോന്ന് വാങ്ങിയ സാധനങ്ങളാണ്. ഓൾറെഡി എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ ഇത് വാങ്ങുന്നതും ഇതിൽ സാധനങ്ങൾ നിറയ്ക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി കാണാം. ആരും എന്നോട് കിച്ചൺ ടൂർ ചോദിച്ചിട്ടില്ല, ഞാനായിട്ട് ഇടുന്നതാണ് കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയാം. ഇനി ചില ആൾക്കാർ കമൻറ്റിൽ പറഞ്ഞു ഞങ്ങൾ ചോദിച്ചിട്ടേ ഇല്ലല്ലോ താത്താന്ന്. പിന്നെ ഞാനിതാ നമ്മൾ മിക്സിയൊക്കെ കഴുകി ഇങ്ങനെയാണ് വെക്കൽ. അതായത് മിക്സി ജാറാണ് കേട്ടോ ഉദ്ദേശിച്ച്. നമ്മൾ കഴുകി ഇങ്ങനെയാണ് വെക്കൽ. കാരണം ഇതാകുമ്പോൾ നമുക്ക് വെള്ളം അതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കാം. പിന്നെ ഞാനിതാ ഇങ്ങനെ എണ്ണയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇതും കഴുകി യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ കറണ്ട് അടുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തുണി ഇട്ടിട്ടാണ് എല്ലാം വെക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് വിൻഡോ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ഡസ്റ്റ് വരും. പിന്നെ അപ്പുറത്ത് പണിയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ വീടിൻ്റെ പണി നടന്നുകൊണ്ട് ഒരുപാട് പൊടി നമ്മുടെ വീട്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം, പിന്നെ മിക്സി, പിന്നെ ഈ കോർണറിലായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ നൈഫും ഉപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതായത് ഈ സ്പൂൺ സ്റ്റാൻഡ് ഞാൻ മീഷോന്ന് വാങ്ങിയതല്ല. ഇത് നമ്മൾ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. മീഷോയിൽ ഞാൻ ചോദിച്ചപ്പോൾ മീഷോയിൽ ഞാൻ റിവ്യൂ നോക്കിയപ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല കേട്ടോ. കാരണം ഒരുപാട് ഡാമേജ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ അടുപ്പ്, പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഒരു ചെറിയ അടുക്കളയാണ്. അപ്പോൾ സിങ്ക് ഏരിയയിൽ എപ്പോഴും ഒരു തുണി വെച്ചിട്ടുണ്ടാവും, നമുക്ക് അവിടെ വെള്ളം ഉണ്ടെങ്കിൽ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ താഴെ വന്നാൽ നമ്മൾ അവിടെ ആ കാലിയായി കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഡസ്റ്റ്ബിനാണ് വെക്കൽ. അപ്പോൾ ഡസ്റ്റ്ബിൻ ഞാൻ വാഷ് ചെയ്ത് വെയിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് അവിടെ ഇല്ലാത്തത്. പിന്നെ നമ്മൾ വെള്ളം ഇവിടെ നമുക്ക് വീക്കിലി ആയതുകൊണ്ട് നമ്മൾ വെള്ളം നിറച്ച് വെക്കുന്നതാണത്. പിന്നെ ഈ ബക്കറ്റിൽ വെള്ളമൊന്നുമല്ല കേട്ടോ. ബക്കറ്റിലൊക്കെ നമ്മളെ സാധനങ്ങളാണ്, പലചരക്ക് സാധനങ്ങളാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ സെൽഫില്ല കേട്ടോ. അതായത് നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള കബോർഡൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ മീഷോന്ന് വാങ്ങിയാണ് ഈ സ്റ്റാൻഡ്. ഇത് ഈ ഗാർഡനിലൊക്കെ വെക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചുകൂടി യൂസ് ആയിരിക്കും. വെള്ളം അടിയിലേക്ക് പോയാലും നമ്മളത് കഴുകി വൃത്തിയാക്കാം. പിന്നെ നമ്മുടെ കൊട്ടകൾ, സോപ്പ് ഡപ്പ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സോപ്പൊക്കെ ഒരു ബക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിക്കൊട്ട ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചെറിയൊരു കിച്ചൺ ടൂറാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ, അതായത് നമ്മൾ എപ്പോഴേലും എടുക്കുന്ന സാധനങ്ങളൊക്കെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് അപ്പം മേലെ കയറി എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കിച്ചണാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്